ഭാരതത്തിൻ്റെ സൈനിക കരുത്തിൻ്റെയും തന്ത്രപരമായ മേധാവിത്വത്തിൻ്റെയും അത്യുജ്വലമായ പ്രഖ്യാപനവുമായി ഇന്ത്യൻ വ്യോമസേന ലോകവേദിയിൽ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു. പ്രശസ്തമായ വേൾഡ് ഡയറക്ടറി ഓഫ് മിലിറ്ററി എയർക്രാഫ്റ്റിൻ്റെ 2026 ഏറ്റവും പുതിയ ആഗോള റാങ്കിങ്ങിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി ഇന്ത്യ സ്ഥാനം നിലനിർത്തി. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനെ തുടർച്ചയായി 5-ാം വർഷവും പിന്നിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ധീര വ്യോമയേതാക്കൾ ഈ ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമായിരിക്കുന്നത്. കേവലം യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലുപരി കൃത്യമായ ആസൂത്രണം, സാങ്കേതിക തികവ്, തന്ത്രപരമായ മികവ് എന്നിവയിൽ ഭാരതം എത്രത്തോളം മുന്നിലാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ. ലോകമെമ്പാടുമുള്ള 103 രാജ്യങ്ങളിലെ 129 വ്യോമസേനാ വിഭാഗങ്ങളെയും 48,000-ലധികം സൈനിക വിമാനങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തുന്നതാണ് WDMMA ഈ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിമാനങ്ങളുടെ എണ്ണം മാത്രം നോക്കുന്ന പരമ്പരാഗത രീതികൾക്ക് വിപരീതമായി ട്രൂ വാല്യൂ റേറ്റിംഗ് എന്ന അത്യാധുനിക സംവിധാനത്തിലൂടെയാണ് റാങ്കിംഗ് നിർണ്ണയിക്കുന്നത്. വ്യോമസേനയുടെ ആകെ കരുത്ത്, സാങ്കേതിക മികവ്, ലോജിസ്റ്റിക് പിന്തുണ, ആധുനികവൽക്കരണം, യുദ്ധസന്നദ്ധത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കറുകൾ, ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള വാർണിംഗ് സിസ്റ്റങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനശേഷി എന്നിവയ്ക്ക് ഈ റാങ്കിങ്ങിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ മാനദണ്ഡങ്ങളിലെല്ലാം ചൈനയുടെ വെറും നമ്പർ ഗെയിമുകളെ തകർത്തെറിഞ്ഞാണ് ഭാരതം തുടർച്ചയായ വർഷങ്ങളിൽ 3-ാം സ്ഥാനം നിലനിർത്തുന്നത്. നിലവിൽ 1716 വിമാനങ്ങളടങ്ങുന്ന വൻ സന്നാഹമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. ഇതിൽ 7 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 542 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നു. ഭാരതത്തിന്റെ ആകാശ അതിർത്തികൾക്കാക്കാൻ 498 ഹെലികോപ്റ്ററുകളുടെ ഒരു വലിയ വ്യൂഹവുമുണ്ട്. ഇതിൽ 222 Mi-17 ഹെലികോപ്റ്ററുകളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അഭിമാനമായി മാറിയ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 111 HAL ധ്രുവ്, രുദ്ര പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടുന്നു. ഇതുകൂടാതെ 282 ഗതാഗത വിമാനങ്ങളും 374 പരിശീലന വിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് കൂട്ടുന്നു. ശത്രു രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് കയറി ആക്രമണം നടത്താൻ പ്രാപ്തിയുള്ള മിഡ് എയർ റീഫ്യൂവറുകൾ ഉൾപ്പെടെ 20 പ്രത്യേക ദൗത്യ വിമാനങ്ങളും ഇന്ത്യക്കുണ്ട്. ലോകത്തെ 1-ാം നമ്പർ വ്യോമസേനയായ അമേരിക്കൻ വ്യോമസേന പോലും വിമാനങ്ങളുടെ എണ്ണത്തേക്കാൾ അവയുടെ വൈദഗ്ധ്യത്തിനാണ് മുൻഗണന നൽകുന്നത്. അമേരിക്കയുടെ ആകെ സന്നാഹത്തിൽ 32% യുദ്ധവിമാനങ്ങളും ബോംബറുകൾ ഉൾപ്പെടെയുള്ളവ ചേരുമ്പോൾ 41% കോമ്പാറ്റ് വിമാനങ്ങളുമാണ് വരുന്നത്. 14% ഗതാഗത വിമാനങ്ങളും 14% പ്രത്യേക ദൗത്യ വിമാനങ്ങളും 4% ഹെലികോപ്റ്ററുകളും അവർക്കുണ്ട്. ചൈനയേക്കാൾ ഏറെ മുന്നിലാണെങ്കിലും ഭാരതം ഒട്ടും വിശ്രമിക്കാൻ തയ്യാറല്ല. വ്യോമസേനയുടെ നിലവിലെ സ്ക്വാഡൻ കുറവുകൾ നിർത്താനുള്ള വൻ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ രാജ്യം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിലവിൽ അനുവദിക്കപ്പെട്ട 42 സ്ക്വാഡ്രനുകൾക്ക് പകരം 29 സ്ക്വാഡ്രനുകളാണ് ഇന്ത്യക്കുള്ളത്. 2030 പ്രായമേറിയ ജോയ്ഗാർ മിറാഷ് 2000, MiG-29 വിമാനങ്ങൾ ഘട്ടമായി പിൻവലിക്കുമ്പോൾ പകരം സംവിധാനം ഒരുക്കുക എന്നത് രാജ്യത്തിൻ്റെ തന്ത്രപരമായ മുൻഗണനയാണ്. പ്രതിരോധ രംഗത്തെ ഈ സ്വയം പര്യാപ്തതയ്ക്ക് കരുത്ത് പകരാൻ 180 തദ്ദേശീയ നിർമ്മിത തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ അന്തിമ സിസ്റ്റം ഇൻ്റഗ്രേഷൻ ജോലികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി 114 അധിക റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ ഭാരതം ശക്തമായി ആലോചിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ ആധുനിക യുദ്ധ മുറകൾക്കായി കൂടുതൽ എവാക് സിസ്റ്റങ്ങളും ടാങ്കറുകളും വ്യോമസേനയുടെ ഭാഗമാകും. രാഷ്ട്രീയ ഇച്ഛാശക്തിയും തദ്ദേശീയ സാങ്കേതിക വിദ്യയും ഒത്തുചേരുമ്പോൾ അഖണ്ഡ ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏത് ഭീഷണിയും തകർത്തെറിയാൻ ഇന്ത്യൻ വ്യോമസേന സദാ സജ്ജമാണെന്നതിൻ്റെ വിളംബരമാണ് ഈ ആഗോള റാങ്കിംഗ്.